സ്വാതി, രാജ്യം ചർച്ച ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഒന്നിലായിരുന്നു സുപ്രീം കോടതി ആ നിർണായക ഉത്തരവ് നൽകിയത്. അതായത് ഈ ബില്ലുകൾ ഒപ്പിടുന്നതിന് വളരെ കൃത്യമായി സ്പെസിഫിക്കായി ഒരു കാലപരിധി സുപ്രീം കോടതി പറഞ്ഞു വെക്കുകയായിരുന്നു. ഗവർണർമാർക്ക് മാത്രമല്ല രാഷ്ട്രപതിക്കും അതിലൊരു കാലപരിധി സുപ്രീം കോടതി നിശ്ചയിച്ച ഏറ്റവും സുപ്രധാനമായ വിധിയായിരുന്നു. ഇന്ന് രാജ്യം നേരിടുന്ന ഏറ്റവും വലിയൊരു പ്രതിസന്ധിയാണല്ലോ പ്രതിപക്ഷങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനത്ത് ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള ബില്ലുകൾ പിടിച്ചുവെക്കുന്ന അടക്കമുള്ള നടപടികൾ. അതിനൊക്കെ ഒരു പരിഹാരമായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് എന്ന് പറയുന്നത്. അതിനെതിരെ രാഷ്ട്രപതി കോടതിയിലേക്ക് ഒരു റഫറൻസ് നൽകുകയാണ്. അതിന്ന് പരിഗണിക്കപ്പെടുകയാണ്. ആദ്യഘട്ടം എങ്ങനെയാണ്? തീർച്ചയായും മനു സൂചിപ്പിച്ച പോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വലിയ തരത്തിലുള്ള ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്ന ഭരണ അസ്ഥിരതയ്ക്കെതിരെയാണ് സുപ്രീം കോടതി വലിയ തരത്തിലുള്ള നിർദ്ദേശങ്ങളൊക്കെയും പുറത്തുവിട്ടിട്ടുള്ളത്. ഇതിലാണ് ഇപ്പോൾ രാഷ്ട്രപതി നൽകിയിട്ടുള്ള റഫറൻസിൽ, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് രാഷ്ട്രപതി നൽകിയിട്ടുള്ള റഫറൻസിലാണ് വിശദമായ വാദം ഇന്ന് കേൾക്കുന്നത്. റഫറൻസ് നിലനിൽക്കുമോ എന്നതിലായിരിക്കും ഇന്ന് സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പരിശോധിക്കുക. ഇതിനുശേഷം റഫറൻസിനെ പിന്തുണയ്ക്കുന്ന വാദവും ആരംഭിക്കും. ഇതിനായി 4 ദിവസം നീണ്ടു നിൽക്കുന്ന സമയമാണ് അനുവദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഘട്ടങ്ങളിലൊക്കെ തന്നെയും ഈ വിഷയത്തിൽ വാദം കേൾക്കുന്ന ഘട്ടത്തിൽ, അതായത് ഈ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ അട്ടിമറിക്കുവാൻ വേണ്ടി നടത്തുന്ന നീക്കത്തിനെതിരെ കടുത്ത വിമർശനങ്ങൾ പല ഘട്ടത്തിലും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനെതിരെയാണ് രാഷ്ട്രപതി റഫറൻസ് നൽകിയിട്ടുള്ളത്. ഏകദേശം 5 പോയിന്റ്സ് മുന്നോട്ട് വെച്ചുകൊണ്ടായിരുന്നു റഫറൻസ് അന്ന് രാഷ്ട്രപതി നൽകിയത്. ഈ വിഷയം സംബന്ധിച്ച കൃത്യമായ വാദമായിരിക്കും ഇന്ന് നടക്കുക. രാഷ്ട്രപതി റഫറൻസ് നിലനിൽക്കില്ല എന്ന് ചൂണ്ടിക്കാട്ടി കേരളവും തമിഴ്നാടും അപേക്ഷ നൽകിയിട്ടുണ്ട്. ബില്ലുകളിൽ തീരുമാനമെടുക്കാൻ രാഷ്ട്രപതിക്കും ഗവർണർമാർക്കും സമയപരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ജസ്റ്റിസ് JB പർദിവാലയുടെ വിധിക്കെതിരെയാണ് ഇത്തരത്തിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു മുൻപ് റഫറൻസ് നൽകിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് സുപ്രീം കോടതി ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഏത് തരത്തിലായിരിക്കും എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. ഇത് പ്രതിപക്ഷ സംസ്ഥാനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനവും നിർണായകവും തന്നെയാണ് ഈ വാദം കേൾക്കൽ. 4 ദിവസം നീണ്ടു നിൽക്കുന്ന വാദത്തിൽ ഏത് തരത്തിലായിരിക്കും ഈ വിഷയത്തെ രാഷ്ട്രപതിക്കായി വേണ്ടി വാദിക്കുന്ന അഭിഭാഷകൻ ഏത് തരത്തിലായിരിക്കും മുന്നോട്ട് പോവുക എന്നുള്ള കാര്യങ്ങൾ, മുന്നോട്ടുള്ള നീക്കങ്ങൾ ഉൾപ്പെടെയായിരിക്കും കോടതിയിൽ സമർപ്പിക്കുക. മനു.